ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടാം ക്ലാസ്സിന്റെ ഇന്റഗ്രേഷൻ ഡേ 1-ലെ സെക്കൻഡ് ടേമിനൽ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പറാണ്. മുകളിൽ കാണിച്ചിരിക്കുന്ന ഭാഗത്ത് കൂട്ടുകാരുടെ പേരും സ്കൂളിന്റെ പേരും എഴുതാൻ മറക്കില്ലല്ലോ. പ്രവർത്തനം 1, കഥ പൂർത്തിയാക്കാം. പുഴക്കരയിലാണ് നീതുവിന്റെ വീട്. നീതുവിന് ഒരു വളർത്തുനായയുണ്ട്. പേര് ജിമ്മി. നീതുവിന്റെ അച്ഛനാണ് രാമു. മീൻ പിടിക്കലാണ് രാമുവിന്റെ ജോലി. അച്ഛൻ തോണി തുഴഞ്ഞ് പുഴയിലേക്ക് പോകുന്നത് നീതു നോക്കി നിൽക്കും. ഒരു ദിവസം തോണി തുഴഞ്ഞ് ഞാനും പുഴയിലൂടെ പോകും. നീതു ജിമ്മിയോട് പറഞ്ഞു. ആരുമില്ലാത്ത നേരം ജിമ്മിയെയും കൂട്ടി നീതു തോണിക്കരിയിലെത്തി. അവർ തോണിയിൽ കയറി. തുഴഞ്ഞു അവർ പുഴയുടെ നടുവിലെത്തി. പെട്ടെന്ന് മാനം കറുത്തു. കാറ്റ് ആഞ്ഞു വീശി. മഴ പെയ്യാൻ തുടങ്ങി. തോണി ആടിയുലഞ്ഞു. കഥ പൂർത്തിയാക്കൂ. നമ്മൾക്ക് ഈ കഥയുടെ ബാക്കി ഭാഗം ഒന്ന് ഉണ്ടാക്കി നോക്കാം അല്ലേ? നീതുവിന് പേടിയാവാൻ തുടങ്ങി. ജിമ്മി പേടിച്ച് ശബ്ദം വെക്കാൻ തുടങ്ങി. അത് കണ്ട് നീതു ജിമ്മിയെ ചേർത്തു പിടിച്ച് തോണിയെ മുറുകെ പിടിച്ച് അനങ്ങാതെയിരുന്നു. പതിയെ മഴ കുറയാൻ തുടങ്ങി. കാറ്റിന്റെ ശക്തി കുറഞ്ഞു. നനഞ്ഞു കുതിർന്ന അവർ പതിയെ തോണി തുഴഞ്ഞ് കരയ്ക്കടുപ്പിച്ചു. അച്ഛൻ കാണാതെ ഇനി ഒരിക്കലും തോണിയിൽ കയറില്ലെന്ന് നീതു തീരുമാനിച്ചു. അങ്ങനെ രണ്ടുപേരും രക്ഷപ്പെട്ടു. കഥയിലെ കഥാപാത്രങ്ങൾ ആരെല്ലാമാണ്? നീതു, ജിമ്മി, രാമു. കഥയ്ക്ക് ഒരു തലക്കെട്ട് നൽകാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. എന്താണ് നമ്മൾ നൽകുന്നത്? നീതുവിന്റെ മോഹം. ആക്ടിവിറ്റി 2, വെൻ വി ആർ ഇൻ ഡേഞ്ചർ. അപകടത്തിൽ പെട്ടാൽ. എ ക്ലാസ് ഓൺ ഹൗ ടു എസ്കേപ്പ് ഫ്രം ഡേഞ്ചേഴ്സ് ഈസ് കണ്ടക്ടഡ് ഇൻ നീതു സ്കൂൾ. അപകടത്തിൽ പെട്ടാൽ എങ്ങനെ രക്ഷപ്പെടാമെന്ന് മനസ്സിലാക്കി തരുന്ന ഒരു ക്ലാസ് നീതുവിന്റെ സ്കൂളിൽ സംഘടിപ്പിച്ചു. ക്ലാസ് 1-ൽ നിന്നും എത്ര കുട്ടികളാണ് പങ്കെടുത്തിരിക്കുന്നത്? 22. ക്ലാസ് 2-ൽ നിന്നോ 17 സ്റ്റുഡൻസ്. പിന്നെയോ ക്ലാസ് 3-ൽ നിന്ന് 24 സ്റ്റുഡൻസ് ആണ് പങ്കെടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഫ്രം ക്ലാസ് 1 ആൻഡ് ക്ലാസ് 2. ഒന്നാം ക്ലാസ്സിൽ നിന്നും രണ്ടാം ക്ലാസ്സിൽ നിന്നും പങ്കെടുത്തിരിക്കുന്ന ആകെ കുട്ടികളുടെ എണ്ണമാണ് കൂട്ടുകാരോട് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? ക്ലാസ് 1-ലെ കുട്ടികൾ എത്രയാണ്? 22 ആണ്. ക്ലാസ് 2-ലെ കുട്ടികൾ എത്രയാണ്? 17 ആണ്. അവ തമ്മിൽ കൂട്ടി നോക്കിയാൽ മതിയല്ലോ. എങ്ങനെയാണ് ചെയ്യേണ്ടത്? 22 + 17 = 39 സ്റ്റുഡൻസ് ആണ് ആകെ ഒന്നാം ക്ലാസ്സിൽ നിന്നും രണ്ടാം ക്ലാസ്സിൽ നിന്നും പങ്കെടുത്തിരിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, 5 more students participated in class 4 than class 3. മൂന്നാം ക്ലാസ്സിലേക്കാൾ നാലാം ക്ലാസ്സിൽ 5 കുട്ടികൾ അധികമായി പങ്കെടുത്തു. Then how many students participated from class 4? അങ്ങനെയാണെങ്കിൽ നാലാം ക്ലാസ്സിൽ നിന്നും എത്ര കുട്ടികളാണ് പരിപാടിയിൽ പങ്കെടുത്തിരിക്കുന്നത്? എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? മൂന്നാം ക്ലാസ്സിൽ നിന്നും ആകെ എത്ര കുട്ടികളാണ് പങ്കെടുത്തിരിക്കുന്നത് എന്ന് നമ്മൾക്കറിയാം. എത്രയാണ്? 24 ആണ്. ആ ക്ലാസ്സിലേക്കാൾ 5 അധികം കുട്ടികളാണ് നാലാം ക്ലാസ്സിൽ പങ്കെടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇത് കണ്ടുപിടിക്കേണ്ടത്? 24 + 5 = 29 സ്റ്റുഡൻസ് ആണ് നാലാം ക്ലാസ്സിൽ നിന്നും പങ്കെടുത്തിരിക്കുന്ന കുട്ടികൾ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ക്ലാസ് 3 ആൻഡ് ക്ലാസ് 4. അങ്ങനെയാണെങ്കിൽ മൂന്നാം ക്ലാസ്സിൽ നിന്നും നാലാം ക്ലാസ്സിൽ നിന്നും പങ്കെടുത്ത ആകെ കുട്ടികളുടെ എണ്ണം എത്രയാണ്? എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? മൂന്നാം ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം എത്രയാണ്? 24 ആണ്. നാലാം ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം എത്രയാണ്? 29 ആണ്. അവ തമ്മിൽ കൂട്ടി നോക്കിയാൽ നമ്മൾക്ക് ആൻസർ ലഭിക്കുമല്ലോ. എങ്ങനെയാണ് ചെയ്യേണ്ടത്? 24 + 29 = 53 സ്റ്റുഡൻസ് ആണ് മൂന്നാം ക്ലാസ്സിൽ നിന്നും നാലാം ക്ലാസ്സിൽ നിന്നും പങ്കെടുത്ത ആകെ കുട്ടികൾ. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, വിച്ച് ക്ലാസ് ഹാസ് ദ മോസ്റ്റ് നമ്പർ ഓഫ് സ്റ്റുഡൻസ്? അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പങ്കെടുത്തിരിക്കുന്ന ക്ലാസ് ഏതാണ്? ക്ലാസ് 4 ആണ് അല്ലേ? ഹൗ മെനി എത്രയാണ്? 29 സ്റ്റുഡൻസ് ആണ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഹൗ മെനി സ്റ്റുഡൻസ് ആർ ലെസ് ഇൻ ക്ലാസ് 1 ദാൻ ഇൻ ക്ലാസ് 3? മൂന്നാം ക്ലാസ്സിലേക്കാൾ ഒന്നാം ക്ലാസ്സിൽ എത്ര കുട്ടികളാണ് കുറവുള്ളത്? എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? എത്ര കുട്ടികളായിരുന്നു മൂന്നാം ക്ലാസ്സിൽ ഉണ്ടായിരുന്നത്? 24 സ്റ്റുഡൻസ് ആണ്. ഒന്നാം ക്ലാസ്സിൽ എത്ര കുട്ടികളാണുള്ളത്? 22 സ്റ്റുഡൻസ് ആണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്? 24 - 22 ചെയ്ത് നോക്കിയാൽ മതി. എത്രയാണ് ആൻസർ കിട്ടിയിരിക്കുന്നത്? 2 സ്റ്റുഡൻസ് ആണ് ഒന്നാം ക്ലാസ്സിൽ കുറവായിട്ടുള്ളത്. പ്രവർത്തനം 3, രോഗങ്ങൾ പലതരം. ക്ലാസ്സിൽ പങ്കെടുത്ത ആരോഗ്യ പ്രവർത്തകർ കുട്ടികൾക്ക് നൽകിയ നോട്ടീസിലെ ഒരു ഭാഗം നോക്കൂ. രോഗങ്ങൾ പലതരം.
ക്ഷയം, ചിക്കുൻഗുനിയ, തലവേദന, മന്ത്, വയറുവേദന, മലമ്പനി, ജലദോഷം, കോളറ, കോവിഡ്, പ്രമേഹം, എലിപ്പനി, ടൈഫോയിഡ്, പല്ലുവേദന, വയറിളക്കം, വാദം. രോഗങ്ങൾ വരാതിരിക്കാൻ കരുതലാണ് പ്രധാനം. രോഗങ്ങൾക്കെതിരെ ജാഗ്രത. നോട്ടീസിൽ ഒരുപാട് രോഗങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലേ? നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന രോഗങ്ങളെ തരം തിരിച്ച് എഴുതാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. എന്തെല്ലാമാണ് ഇവിടെ പട്ടികയിൽ നൽകിയിരിക്കുന്നത്? പകരാത്ത രോഗങ്ങൾ എന്ന് നൽകിയിട്ടുണ്ട്. മറ്റു കോളത്തിൽ എന്തായിരിക്കും നമ്മൾ എഴുതി ചേർക്കേണ്ടത്? പകരുന്ന രോഗങ്ങൾ. നോട്ടീസിൽ നൽകിയിരിക്കുന്ന രോഗങ്ങളിൽ പകരുന്ന രോഗങ്ങളും പകരാത്ത രോഗങ്ങളും ഏതെല്ലാമാണ്? പകരുന്ന രോഗങ്ങൾ ഏതെല്ലാമാണ്? ക്ഷയം, ചിക്കുൻഗുനിയ, മന്ത്, മലമ്പനി, ജലദോഷം, കോളറ, കോവിഡ്, എലിപ്പനി, ടൈഫോയിഡ്, വയറിളക്കം. ഇനി പകരാത്ത രോഗങ്ങൾ ഏതെല്ലാമാണ്? തലവേദന, വയറുവേദന, പ്രമേഹം, പല്ലുവേദന, വാദം. രോഗങ്ങൾ വരാതിരിക്കാൻ നിങ്ങൾ എന്തെല്ലാം മുൻകരുതലുകൾ സ്വീകരിക്കും? ഏതെങ്കിലും 2 കാര്യങ്ങൾ ഇവിടെ എഴുതാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. എന്തെല്ലാമാണ് നമ്മൾ എഴുതേണ്ടത്? വ്യക്തി ശുചിത്വം പാലിക്കും, പരിസര ശുചിത്വം പാലിക്കും. ഇനി പ്രവർത്തനം 4, കടങ്കഥ. നീതുവിന്റെ മുത്തശ്ശി അവളോട് ചോദിച്ച കടങ്കഥകൾ നോക്കൂ. കടങ്കഥകളുടെ ഉത്തരം കണ്ടെത്തി എഴുതൂ. ഒന്നാമത്തെ കടങ്കഥ എന്താണ്? ഡോക്ടർ വന്ന് കുത്തിവെച്ചു, ഫീസ് വാങ്ങാതോടിപ്പോയി. എന്താണ് അതിന്റെ ഉത്തരം? കൊതുകാണ് അല്ലേ? രണ്ടാമത്തേത് വാർത്തകൾ പറയും ചങ്ങാതി, പാട്ടുകൾ പാടും ചങ്ങാതി, നാട്ടുകാരെ വീട്ടിൽ കാട്ടും, വീട്ടിലിരിക്കും ചങ്ങാതി. എന്താണ് അതിന്റെ ഉത്തരം? ടെലിവിഷനാണ് അല്ലേ? താഴെ പറയുന്നവ ഉത്തരമായി വരുന്ന കടങ്കഥകൾ എഴുതാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തേത് എന്താണ് നൽകിയിരിക്കുന്നത്? തവള. തവള ഉത്തരമായി വരുന്ന ഒരു കടങ്കഥ എന്താണ്? വാലില്ലാത്ത അമ്മയ്ക്ക് വാലുള്ള മക്കൾ. പിന്നെയോ രണ്ടാമത്തേത് എന്താണ് നൽകിയിരിക്കുന്നത്? ചേന. ചേന ഉത്തരമായി വരുന്ന ഒരു കടങ്കഥ ഏതാണ്? അടിപാറ, നടുവടി, മീതെ കുട. ഒരു കടങ്കഥ സ്വന്തമായി തയ്യാറാക്കി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് നമ്മൾ എഴുതുക? അമ്പാട്ടി പട്ടിക്ക് മുമ്പോട്ട് വാല്. ഉത്തരം എന്താണ്? ചിരവയാണ് അല്ലേ? Activity 5, Hi Manjadi. The Manjadis collected by Needu and her friends are arranged in groups of 100, 10 and 1. നീതുവും അവളുടെ കൂട്ടുകാരും ശേഖരിച്ച മഞ്ചാടികൾ 100കൾ, 10കൾ, 1കൾ എന്നീ ഗ്രൂപ്പുകളാക്കി തരം തിരിച്ചിരിക്കുന്നു. Write the number of manjadis each one collected. ഓരോരുത്തരും ശേഖരിച്ചിരിക്കുന്ന മഞ്ചാടികളുടെ എണ്ണം കൂട്ടുകാരോട് താഴെ ബോക്സിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത് കാണിച്ചിരിക്കുന്നത് ആരുടേതാണ്? നീതുവിൻ്റെതാണ് അല്ലേ? നീതു ശേഖരിച്ചതിൽ എത്ര 100s ആണുള്ളത്? 4 100s ആണുള്ളത്. പിന്നെയോ എത്ര 10s ആണുള്ളത്? 3 10s ആണ്. എത്ര 1sകളാണുള്ളത്? 3 1sകളാണ്. അങ്ങനെയാണെങ്കിൽ നീതു ശേഖരിച്ച ടോട്ടൽ മഞ്ചാടികൾ എത്രയാണ്? 433. ഇനി നെക്സ്റ്റ് ആരുടേതാണ് കാണിച്ചിരിക്കുന്നത്? അതുലിൻ്റെതാണ് അല്ലേ? അതുൽ എത്ര 100s ആണ് ശേഖരിച്ചിരിക്കുന്നത്? 3 100s ആണ്. പിന്നെയോ ശേഖരിച്ചതിൽ എത്ര 10sകളുണ്ട്? 2 10sകളുണ്ട്. പിന്നെയോ 4 1sകളുമാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ അതുൽ ശേഖരിച്ച ടോട്ടൽ മഞ്ചാടീസ് എത്രയാണ്? 324. നെക്സ്റ്റ് ആരുടേതാണ്? ഫൗസിയയുടേതാണ് അല്ലേ? ഫൗസിയ എത്ര 100s ആണ് ശേഖരിച്ചിരിക്കുന്നത്? 3 100s ആണ്. പിന്നെയോ 2 10s ആണ്. പിന്നെയോ 2 1sകളുമാണ് ശേഖരിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഫൗസിയ ശേഖരിച്ച ടോട്ടൽ മഞ്ചാടീസ് എത്രയാണ്? 322 ആണ്. നെക്സ്റ്റ് വൺ ആരുടേതാണ്? തോമസിൻ്റെതാണ്. എത്രയാണ് തോമസ് ശേഖരിച്ചതിൽ 100sകളുള്ളത്? 2 100s ആണ്. പിന്നെയോ 1 10 ആണുള്ളത്. പിന്നെയോ 4 1sകളുമാണുള്ളത്. അങ്ങനെയാണെങ്കിൽ തോമസ് ശേഖരിച്ച ടോട്ടൽ മഞ്ചാടീസ് എത്രയാണ്? 214 ആണ്. റൈറ്റ് ദ നമ്പേഴ്സ് ഇൻ ദ ascending order. കൂട്ടുകാർക്ക് കിട്ടിയിരിക്കുന്ന സംഖ്യകൾ ആരോഹണ ക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഏതാണ് വരിക? 214. നെക്സ്റ്റ് വൺ ഏതാണ്? 322. നെക്സ്റ്റ് വൺ ഏതാണ്? 324. പിന്നീട് ഏതാണ്? 433. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം. കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനായി ഈ ചാനൽ തന്നെ നൽകിയിരിക്കുന്ന സ്റ്റാൻഡേർഡ് 2 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് എന്ന പ്ലേലിസ്റ്റിൽ പോയി പരിശോധിക്കുമല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ.